ഹലോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമുക്കിവിടെ കുറേ ഫിഷ് ടാങ്ക് ഉണ്ട്, പിന്നെ കുറേ കാർണിവോറസ് ആയിട്ടുള്ള മീനുണ്ട്. അപ്പം ഞാനിവിടെ മിക്കവാറും ഇവർക്ക് ഫീഡ് ചെയ്യുക ചെമ്മീനാണ്. അപ്പോൾ ഈ ചെമ്മീൻ നമുക്ക് വന്നിട്ട് അതിനൊന്ന് പ്രോസസ്സ് ചെയ്ത് ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ നല്ലോണം റിൻസ് ചെയ്യുക എന്ന് വെച്ചാൽ നല്ലോണം ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ക്ലീൻ ആക്കുക. ഈ വെള്ളം നമ്മൾ ഇങ്ങനത്തെ വെച്ചിട്ട് കംപ്ലീറ്റ് ഞാനത് ഡ്രെയിൻ ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 2-3 വട്ടം ഈ സാധനം ക്ലീൻ ചെയ്യും. എന്തിനാണ് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെമ്മീനിലെ ചിലപ്പോൾ അമോണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമാലിഡിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ചേർക്കും ഇത് കേടാവാണ്ടിരിക്കേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ കാര്യം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇത് കിള്ളണം. കാരണം ഇതിൽ നോക്കിയാൽ ഈ ചില മീനുകൾ ചെമ്മീനിൽ ചെറിയൊരു മുള്ളുണ്ട്. അപ്പോൾ ഈ മുള്ള് കാരണം നമ്മൾ കൊടുക്കുന്ന മീനിന് ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ലല്ലോ. രണ്ടാമത്തെ കാര്യം ഈ സിക്ലിഡ്സ് വെറൈറ്റി മീനാണ് നമ്മൾ ഫ്രഷ് വാട്ടർ സിക്ലിഡ്സ് വെറൈറ്റി മീൻ നമ്മളിവിടെ കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ നാച്ചുറൽ ഹാബിറ്റിൽ അവർ ചെമ്മീൻ എന്ന് പറഞ്ഞ മീൻ എല്ലാവരും കഴിക്കുക. ബാക്കിയുള്ള ചെറിയ ചെറിയ മീനുകൾ മുള്ളില്ലാത്ത ചെറിയ ചെറിയ മീനുകൾ അവർ കൂടുതൽ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ചെമ്മീൻ്റെ ഈ ഫ്രണ്ട് തല പോർഷനും ഈ താഴത്തെ പോർഷനും ഞാൻ ജസ്റ്റ് നുള്ളി ക്ലീനാക്കിയിടും. ഇതാണ് നമ്മളുടെ പണി. അപ്പോൾ ഇങ്ങനത്തെ മീൻ വളർത്തണ ഹോബി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി അവർ പഠിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു രസം. അങ്ങനെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീടിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ അതൊരു കടൽ പ്രദേശമാണ്. അപ്പോൾ അവിടെ ചെമ്മീൻ പോലത്തെ മീനുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ശരിക്കും. എന്നാലും റേറ്റ് ഉണ്ട്. ഇത് ഞാനൊരു 100 രൂപയ്ക്ക് വാങ്ങിയ മീനാണ്. ഇത് ഏകദേശം ഒരു 10-12 ദിവസം 13 ദിവസമൊക്കെ ഉണ്ടാവും നമുക്ക് ഫുൾ മീനുകളെ ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് അടുത്തൊരു പോസിറ്റീവ് ഒരു ബെനിഫിറ്റ് ഈ കൊടുങ്ങല്ലൂരിൻ്റെ. അപ്പോൾ നോക്കി നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ തലയും വാലും കംപ്ലീറ്റ് കളഞ്ഞു. പിന്നെ ഇതേപോലെ നമ്മൾ രണ്ടാമത് ഇതിനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് റിൻസ് ചെയ്യും. റിൻസ് മീൻസ് ക്ലീൻ ആക്കും. നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളിതിനെ ഫ്രീസറിലോട്ട് ഇട്ട് മറ്റേ ഡെയിലി ആവശ്യമുള്ള അനുസരിച്ച് ഈ സാധനം എടുത്ത് മീനുകൾക്ക് ഫീഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മീനുകളിലുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ബൈ.